ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ നോമ്പിൻ്റെ 43-ാം ദിവസമായിരിക്കുന്ന ഈ വിശുദ്ധ ദിവസം ഈ ധ്യാന പരമ്പരയിൽ പങ്കെടുക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നോമ്പുകാലം ക്രൂശിനെ ധ്യാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മെ തന്നെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു അവസരം. ഇന്നത്തേക്ക് ആധാരമായിരിക്കുന്ന ചിന്താവിഷയം ഹോശന്ന, സമാധാന പ്രഭുവായ യേശു ക്രിസ്തു. ഹോസാന, ജീസസ് ക്രൈസ്റ്റ് ദ ലോർഡ് ഓഫ് പീസ്. അതിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 29 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ 34-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്നവർ പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പുള്ള ഒരു ഭാഗമാണ് നാം ചിന്തിക്കുന്നത്. യെരുശലേമിലേക്കുള്ള കർത്താവിൻ്റെ കടന്നുവരൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വഴിത്തിരിവാണ്. ഒലിവുമലയുടെ കിഴക്കേ ചരിവിലൂടെ യെരുശലേമിലേക്കുള്ള പാതയിലൂടെ കർത്താവ് യെരുശലേമിനെ സമീപിക്കുകയാണ്. അവർ ബേത്ഫാഗയ്ക്കും ബെഥാനിക്കും അരികിലെത്തിയപ്പോൾ യെരുശലേം പ്രവേശിച്ചു വേണ്ടിയുള്ള ഒരു കഴുതക്കുട്ടിയെ കൊണ്ടുവരുവാൻ അടുത്ത ഗ്രാമത്തിലേക്ക് ശിഷ്യന്മാരിൽ 2 പേരെ കർത്താവ് അയക്കുകയാണ്. എവിടെയാണ് കഴുതക്കുട്ടിയെ അവർ കാണുന്നതെന്നും അതിൻ്റെ ഉടമസ്ഥൻ എന്തു പറയുമെന്നും കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. തങ്ങളുടെ ദൗത്യം ശിഷ്യന്മാർ ഉടമസ്ഥനെ അറിയിച്ച ശേഷം യേശുവിനെ സഞ്ചരിക്കുവാൻ അവർ കഴുതയെ വിട്ടുകൊടുക്കുകയാണ്. മാത്രമല്ല, യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രയാണത്തിന് പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. അവൻ ചെയ്ത വീരപ്രവൃത്തികളെ അവർ അത്യന്തം പുകഴ്ത്തി. അതോടൊപ്പം ദൈവത്തിൻ്റെ രാജാവായി അവനെ മനസ്സിലാക്കിയ ജനം അത്യുന്നതങ്ങളിൽ ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നവർ ആർത്തുപാടി. ഈ ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് 2 ചെറിയ ചിന്തകളാണ്. ഒന്നാമതായി, ആത്മീയ യുദ്ധങ്ങളെ നേരിടുവാനുള്ള ഒരു ഒരുക്കം. യേശു കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്ര വ്യത്യസ്തമായ ലക്ഷ്യത്തോടു കൂടിയുള്ള യാത്രയായിരുന്നു. പാപരഹിതനായ ദൈവപുത്രൻ പാപികളായ മനുഷ്യർക്ക് വേണ്ടി പരമയാഗമായി തീരുവാൻ ക്രൂശിലേക്കുള്ള ഒരു യാത്ര, അതായത് ക്രൂശിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര. കർത്താവിൻ്റെ ഈ യാത്രയുടെ ലക്ഷ്യമെന്നത് തന്നെ രാജാവായി പറയുന്ന ജനത്തിന് മുമ്പിൽ താൻ ഒരു സമാധാന പ്രഭുവെന്നും നമുക്ക് വേണ്ടി യാഗമായി തീരാൻ പോകുന്ന കുഞ്ഞാടായി കാണിക്കുവാൻ വേണ്ടിയുമായിരുന്നു. അതിൻ്റെ പ്രതിസന്ധികൾ ഏറെയായതിനാൽ അതിനെ തരണം ചെയ്യുവാൻ പ്രാർത്ഥനയും ധൈര്യവും ഏറെ ആവശ്യമായിരുന്നു. ഈ യാത്രയുടെ ലക്ഷ്യം സഫലമാകുന്നത് വളരെ പ്രാർത്ഥനയോടും ധൈര്യത്തോടും കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണത്തിനാലാണ്. നമ്മുടെ ശുശ്രൂഷാ മേഖലയിലും ജീവിതത്തിൻ്റെ ഏത് പ്രതികൂലങ്ങളിലെയും പ്രതിസന്ധികളുടെയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലെയും നിശ്ചയമില്ലാത്ത മുന്നോട്ടുള്ള ജീവിതയാത്രകളുടെ മധ്യയിലും പ്രാർത്ഥനയോടും ധൈര്യത്തോടും കൂടിയുള്ള ഒരുക്കത്തോടെ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് സാധിക്കണം. രണ്ടാമതായി, പ്രവർത്തനത്തിനായുള്ള വിളി, കോൾ ഫോർ ആൻ ആക്ഷൻ. 34-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിൻ്റെ നിർദ്ദേശത്തിൽ വളരെ വ്യക്തമായി പരാമർശിക്കുന്നു ആരും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടി. ഇറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ഫോർ എ സ്പെസിഫിക് യൂസ്, ദാറ്റ് ഈസ് ഫോർ ദി മാസ്റ്റേഴ്സ് യൂസ്. ഈ ലോക ജീവിതത്തിലെ നിർണായകമായ യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുക മാത്രമല്ല, മറിച്ച് ആ യാത്രയിൽ ഒരു വാഹനമായി തീരുവാനുള്ള ഒരു ആഹ്വാനം. കർത്താവ് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതവും പ്രവർത്തനവും ദൈവരാജ്യത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ഒരുക്കപ്പെടേണ്ടതാണ്. അവിടെ കർത്താവ് പ്രവർത്തിച്ചതുപോലെ വേർതിരിവില്ലാതെ പ്രവർത്തിക്കപ്പെടേണ്ടുന്ന സമൂഹത്തെയാണ് കർത്താവിന് ആവശ്യം. ആ വിളി അന്വർത്ഥമാക്കുന്ന ഒരു യാത്രയാണ് കർത്താവ് തുടങ്ങിയത്. യെരുശലേമിലേക്കുള്ള യാത്ര, കുരിശിലേക്കുള്ള യാത്ര, ദൈവരാജ്യ കെട്ടുപണിക്ക് വേണ്ടിയുള്ള യാത്ര. ദൈവമായ കർത്താവെ, ആത്മീയ യുദ്ധങ്ങളെ നേരിടുവാനുള്ള ഒരുക്കത്തോടും പ്രവർത്തനത്തിനായുള്ള വിളിയോടും കാതോർത്ത് നീ ഞങ്ങൾ വസിക്കുന്ന ഒരു വാഹനമായി തീരുവാൻ പുതുക്കത്തോടെ ഈ നോമ്പുകാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ സഹായിക്കുമാറാകണമേ. ആമേൻ.